ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് 27th മെയ്. സോ ഇന്നിപ്പോൾ നിഫ്റ്റി കുറച്ച് കറക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. സോ ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ബൈ എന്ന് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ നിഫ്റ്റി 25,000 എബവ് ക്ലോസ് ചെയ്യണമെന്നാണ് ഈ സീരീസിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം. സോ ഐ ഹോപ്പ് നിഫ്റ്റി വിൽ ക്ലോസ് എബവ് 25,000 ആൻഡ് ബിലോ 24,500 ഞാൻ കാണുന്നത്. ഇന്നത്തെ റേഞ്ച് ഓൾമോസ്റ്റ് 24,700 റേഞ്ച് താഴത്ത് നിഫ്റ്റി വിൽ നോട്ട് ഗോ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദിസ് ഈസ് എ ടൈം ടു ബൈ. ദാറ്റ് ഈസ് എനിവേ ദിസ് ഈസ് നോട്ട് എ ബൈ റെക്കമെൻഡേഷൻ. അപ്പോൾ ഈ നിഫ്റ്റീൻ്റെ ട്രേഡിങ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇന്നത്തെ റേഞ്ച് കാണുന്നത്. പിന്നെ റിലയൻസിനെ കുറിച്ച് പറയാൻ വെച്ചാൽ റിലയൻസ് 1418 സപ്പോർട്ടുണ്ട്. 1418 അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1400 പോകാൻ സാധ്യത മിക്കവാറും. അതുപോലെ HDFC അഗെയിൻ 1900 ലെവലിൽ HDFC ഈസ് എ സപ്പോർട്ട് ലെവൽ. സോ പിന്നെ പറയാമെന്ന് വെച്ചാൽ TCS ആണ് സ്റ്റോക്സ്. TCS 3400 ലെവലിലാണ് TCSൻ്റെ റേഞ്ച് ഞാൻ കാണുന്നത്, കറണ്ട് റേഞ്ച്. അതുപോലെ ഇൻഫി ഈസ് ഓൾസോ എ ഗുഡ് ബൈ. കാരണം ഇൻഫി ഓൾവേസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻഫിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം, ഇൻഫി ഈസ് എ കമ്പനി, അതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ മോർ ദാൻ 30% കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ROC. സോ നോക്കാൻ ചില നമ്പേഴ്സ് നോക്കാൻ ഇൻഫി ഈസ് എ ഫാൻറ്റാസ്റ്റിക് കമ്പനി ഫോർ എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇപ്പം അതിൻ്റെ പ്രൈസ് ഏകദേശം 1546 അങ്ങനെ ചെയ്യുന്നുണ്ട് ഇൻഫി. സോ ഇൻഫി ഈസ് ഓൾസോ എ ഗുഡ് ബൈ. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇന്ന് ഈ മാർക്കറ്റ് എല്ലാ ദിവസവും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും നിഫ്റ്റിയിലൊരു ഞാൻ കാണുന്നൊരു 300 പോയിൻ്റ് സ്വിങ് നിഫ്റ്റിയിൽ വരുന്നുണ്ട്. പിന്നെ പലപ്പോഴും ആൾക്കാർ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് എൻ്റെ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് ഈസ് നോട്ട് ഡൂയിങ് വെൽ. സോ ഇതുമാതിരിയുള്ള ഈ പെസിമിസ്റ്റുകളെ ഞാൻ കാണുന്നില്ല. ഞാൻ കണ്ടൊരു വലിയൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ രാകേഷ് ജുൻജുൻവാല, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ട്രേഡർ ഇന്ത്യ ഹാസ് എവർ സീൻ. അയാൾ ഇന്ത്യൻ്റെ വാറൻ ബഫറ്റ് എന്ന് പറയുന്നു. അയാൾ ഈ വാസ് എ പേഴ്സൺ ഹു വാസ് സോ ഓപ്റ്റിമിസ്റ്റിക്. അയാൾ ഞാൻ കാണുന്നത് വെച്ചാൽ ഇത്ര ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രേഡർ ഞാൻ എൻ്റെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. കാരണം അയാൾ ടാറ്റ മോട്ടോഴ്സൊക്കെ ഒരു സമയത്ത് ബിലോ 200 റുപ്പീസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ടു കമൻറ്റ് ടി വിയിൽ വരുന്നത് എല്ലാവരും യു ബൈ ടാറ്റ മോട്ടോഴ്സ്. നോ വൺ വാസ് ഇൻട്രസ്റ്റ് ഇൻ ബൈങ് ടാറ്റ മോട്ടോഴ്സ് അറ്റ് ദാറ്റ് ടൈം. അതുപോലെ അയാൾ മരിക്കാനായി കുറച്ച് സമയത്ത് മുതലാണ് അയാൾ ആകാശ് എയർലൈൻസ് എന്നൊരു എയർലൈൻ കമ്പനി തുടങ്ങുന്നത്. സോ സച്ച് എ ഓപ്റ്റിമിസ്റ്റിക് വ്യൂ ഓഫ് ദി മാർക്കറ്റ്, യു ഷുഡ് ബി ഓൾവേസ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനെയുള്ള കൂട്ടരൊക്കെ മാർക്കറ്റിൽ വിൻ ചെയ്യാൻ പറ്റും, ലോങ് ടേമിൽ ബെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അതാണ് ഒരു ട്രേഡർ മെൻറ്റാലിറ്റി എന്നാണ്. പിന്നെ പലപ്പോഴും നമ്മൾ ആൾക്കാർ കാണിച്ചാൽ സ്റ്റോക്ക് വാങ്ങിച്ചാലും എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ഈ ജീസസ് ക്രൈസ്റ്റ് ക്രോസിൻ്റെ മുകളിൽ കിടന്ന സമയത്ത് അയാളുടെ 7 ലാസ്റ്റ് വേർഡ്സ് ഉണ്ട്. അതിൽ ഒരു വേർഡ്സ് എന്ന് വെച്ചാൽ മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൺ മീ, വൈ ഹാവ് യു അബാൻഡഡ് മീ എന്ന് പറയുന്നത്. അതുപോലെ ഈ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് നാളെ തൊട്ട് ദൈവത്തിന് എൻ്റെ ദൈവമേ ഇതൊരു 50 രൂപ കുറഞ്ഞ് കിട്ടിയാൽ എനിക്ക് എക്സിറ്റ്, 50 രൂപ കൂടി കിട്ടിയാൽ എനിക്ക് എക്സിറ്റ് ചെയ്യാം, വേഗം പോവാം മാർക്കറ്റിൽ. എന്നെ എന്ത് രീതിയിൽ കുടുങ്ങിപ്പോയി, ഞാനിത് കുടുങ്ങിപ്പോയല്ലോ എന്ന് പറയുന്ന ആളിത്. അതിപ്പോൾ പലപ്പോഴും അവരോട് എനിക്ക് പറയാനുള്ളതല്ലേ, യു ഹാവ് ടു വർഷിപ്പ് വാട്ട് യു നോ. യു വർഷിപ്പ്, യു ഷുഡ് നോട്ട് വർഷിപ്പ് വാട്ട് യു ഡോണ്ട് നോ. അതാണ് ഇപ്പോൾ പോകേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കറിയുന്ന പണ്ട് ഗണപതിയും കാർത്തികേയനും അച്ഛനും അമ്മേൻ്റെ മുകളിൽ ചുറ്റിയിട്ട് മറ്റേ ഗണപതി വന്ന് കാർത്തികേയൻ ലോകം ചുറ്റാൻ പറ്റും. സംതിങ് ഹീ നോസ് ഗോഡ് ഈസ് ബേസ്ഡ് ഓൺ പാരൻസ്. സോ ഈ വർഷിപ്പ് ദാറ്റ് തിങ്. സോ അത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ട്രേഡ് ചെയ്യുക, അറിയാത്ത സ്റ്റോക്കിൽ പോയിട്ടോ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ അറിയാണ്ട് ലെവൽസ് അറിയാണ്ട് പോയി ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. സോ ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ലോസ് ഓൺലി. So most of the time we have to live in this world, not the world of our dreams. അത്രേ എനിക്ക് പറയാനുള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ ട്രേഡിങ്ങിൽ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഡിഫീറ്റ് ആയിരിക്കും കൂടുതലുണ്ടാവുക. നിങ്ങളൊരു നിഫ്റ്റി ട്രേഡ് മാർക്കറ്റ് എപ്പോൾ ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റ് ഡിഫീറ്റ് ചെയ്യുന്ന വെച്ചാൽ അത്ര ഈസി അല്ല. മാർക്കറ്റിൽ നമ്മളെക്കാട്ടി എത്രയോ സ്മാർട്ടാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ബഫറ്റ് പറയുന്നത് വെച്ചാൽ അയാളെ 90% ഓഫ് ദി ഡിസിഷൻസ് റോങ് ആറുണ്ട്. അയാൾ പറയുന്ന അയാൾ ആകെ 3, 4, 5 സ്റ്റോക്കിലാണ് പൈസ ഉണ്ടാക്കിയത്. മോസ്റ്റ് ഓഫ് ദി സ്റ്റോക്സ് അയാൾക്ക് റിട്ടേൺസ് കൊടുത്തില്ല. അതിനെ രാകേഷ് ജുൻജുൻവാല ഇവരൊക്കെ പറഞ്ഞത്. അയാൾ 3, 4, 5 സ്റ്റോക്സ് ആലോചിച്ചു. ടാറ്റ മോട്ടോഴ്സ്, ടൈറ്റാൻ, ലൂപ്പിൻ, ഇതുപോലുള്ള കുറച്ച് കമ്പനികൾ അയാൾ റിച്ച്മാൻ ആക്കിയത്. മറ്റുള്ള സ്റ്റോക്കുകളൊന്നും അയാൾക്ക് വലിയ പൈസ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് മാർക്കറ്റിൽ വെച്ചാൽ നമുക്ക് മാർക്കറ്റിലായാലും ജീവിതത്തിലായാലും നിങ്ങൾക്ക് ഡിഫീറ്റ് കൂടുതലായിരിക്കും. നിങ്ങളുടെ വിക്ടറി ആകെ 1, 2, 3 ഉണ്ടോ. പക്ഷേ ആ 1, 2, 3 വിക്ടറി മതി. ഇറ്റ് ഈസ് ദ വേൾഡ് ഗീവ്സ് ആസ് മച്ച് ടു സെലിബ്രേറ്റ്. അതന്നെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ധാരാളം.
സോ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ അഗൈൻ ഐ വിൽ കം ടു ദ സ്റ്റോക്ക് ഹിയർ. ഞാനിപ്പോൾ കാണുന്നൊരു സ്റ്റോക്ക് നിങ്ങൾക്കൊരു ലോങ് ടേം ഒരു വ്യൂ ഉണ്ടെങ്കിൽ, ഒരു 5 ഇയർ ഹൊറൈസൺ വ്യൂ ഉണ്ടെങ്കിൽ, ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞൊരു കമ്പനി, നല്ലൊരു കമ്പനിയാണ് പോകാൻ പറ്റുക. ഈ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനീനെ കുറിച്ച് എനിക്ക് പറയാനുള്ള വെച്ചാൽ, അത് എയർ കൂളേഴ്സ്, എയർ പ്യൂരിഫയേഴ്സ്, കോൾഡ് സ്റ്റോറേജ്, ഇങ്ങനെ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ്, വലിയ MVP പ്രോജക്റ്റ് ഒക്കെ എടുക്കുന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ അത് ചെയ്യുന്ന കറണ്ട് പ്രൈസ് CMP 1552, സ്റ്റോക്ക് P 54 വരുന്നു. സോ അത് നല്ലൊരു കമ്പനി. അതിൻ്റെ ROIC നോക്കുകയെന്ന് വെച്ചാൽ ഏകദേശം 19.4% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തൊരു കമ്പനി. ROIC 19.4%. സോ ഇനിയിപ്പോൾ നിങ്ങൾ EV നോക്കുകയെന്ന് വെച്ചാൽ 31,858 കോടിയുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 31,950. ഇസ് ഗുഡ്. EBIT ലാസ്റ്റ് ഇയർ 821 കോടി കാണിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഇവർ ഒരു 5 ഇയർ ഹൊറൈസൺ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്കിൽ ഒരു ബൈ ചെയ്യുന്ന നല്ലൊരു കമ്പനിയാണ്. അതിൻ്റെ മാക്സിമം 2,500 രൂപ വരെ പോയിന് ആ സ്റ്റോക്ക് ബ്ലൂ സ്റ്റാർ. So this is not a financial advice. I am just analyzing the stocks. That's all. പിന്നെ അതുപോലെ എനിക്ക് വേറെ ചെറിയ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ, ഈ കാംധേനു ലിമിറ്റഡ് എന്നൊരു സ്റ്റോക്ക് 30 രൂപേൻ്റെ ലെവലിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. സോ യു ക്യാൻ ലുക്ക്, ദാറ്റ് ഈസ് എ 2-digit സ്റ്റോക്ക്. സോ ലോങ് ടേമിൽ ഹൊറൈസണിലുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് സ്റ്റോക്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദീസ് 2 സ്റ്റോക്സ് ഇന്ന് എനിക്ക് ഞാൻ കാണുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾക്ക് വരുന്നത് പലപ്പോഴും എന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് വി ക്യാൻ ഹാൻഡിൽ ഓൾ ദ ഡിമാൻഡ്സ് ഓഫ് ദ വേൾഡ് എന്നുള്ള കാര്യം. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ ലോകത്തിൻ്റെ എല്ലാ ഡിമാൻഡ്സ് ഹാൻഡിൽ ചെയ്യാൻ, നമുക്ക് മാർക്കറ്റിൻ്റെ ഡിമാൻഡ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളെ ട്രേഡ് മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് ലോസ് ആകുന്ന സമയത്ത് എപ്പോൾ നമുക്കൊരു ഫിയർ വരും. ആ ഫിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റെസ്റ്റ്ലെസ്നെസ് വരും. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് റെസ്റ്റ്ലെസ്നെസ് വരും. ആ റെസ്റ്റ്ലെസ്നെസ് വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ വി ഡോണ്ട് ലുക്ക് അറ്റ് ദ സ്റ്റോക്ക്. ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഇപ്പോൾ നോക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇപ്പോൾ നോക്കാറില്ല. കാരണം ചില ലോസ് ഇല്ലാതെ എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ ഫിയർ. സോ നമ്മൾ വി ഡോണ്ട് ലുക്ക് അറ്റ് ദ പോർട്ട്ഫോളിയോ. അത് അങ്ങനത്തെ ഒരു ഇതാണ് ഫിയർ എന്ന് പറയുന്നത്. സോ ഓൾവേസ് യു വിൽ ഹാവ് ടു ഹാൻഡിൽ ദ ഫിയർ ഓൾസോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യയിലെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം ഗ്രോ എന്ന് പറഞ്ഞൊരു കമ്പനി, അത് പഴയ മറ്റേ ഫ്ലിപ്കാർട്ടിൻ്റെ കുറച്ച് ആൾക്കാർ തുടങ്ങിയ കമ്പനിയാണ് ഗ്രോ എന്ന് പറഞ്ഞു. ആ ഗ്രോ ഇപ്പം ഇതുവരെ IPO വരുന്നുണ്ട്. ഒരു $1 ബില്യൺ IPO അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻഡിഗോൻ്റെ 2 പാർട്ട്നേഴ്സ് തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഒരു പാർട്ട്ണർ അതിൻ്റെ അകത്ത് ഷെയർ വിൽക്കാമെന്ന് കേട്ടു. സോ അതിപ്പം ഏകദേശം 800 മില്യൻ്റെ ഒക്കെ ഷെയർ. കാരണം ഇൻഡിഗോ ഓൾമോസ്റ്റ് ഹൈ ആയി കഴിഞ്ഞു. 5,000 രൂപേനെ മുകളിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കായിരുന്നു. 2,000 രൂപയുടെ സ്റ്റോക്ക് ഇപ്പോൾ 5,000 രൂപേനെ മുകളിലായി. സോ നാച്ചുറലി പ്രൊമോട്ടേഴ്സ് കുറച്ച് പൈസ വിറ്റ് ഞാൻ കാഷ് ചെയ്യും, അത് ഉറപ്പാണ്. സോ ഇൻഡിഗോ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാം ഞങ്ങൾ. So thank you very much for being my channel. So please do subscribe my channel. And again, I am telling you, this is not a financial advice I am doing here, not a buy or sell request. Please consult with your financial advisor, or you do your own research. Thank you very much.